നല്ലപോലെ ഒന്ന് ഓടി കാണിക്കാവോ? പറ്റുമോ? കണ്ടോ, 2 മാസം കൊണ്ടാണ് ഈ ഒരു അവസ്ഥയിലെത്തിയത്. പക്ഷെ ഇപ്പൊ നല്ല നിഷ്പ്രയാസമായിട്ട് എനിക്ക് ഇരിക്കാം. അതുപോലെ തന്നെ വളയ്ക്കാൻ പറ്റില്ലായിരുന്നു. അപ്പൊ ഈ കാലം നന്നായിട്ട് വളയ്ക്കാൻ പറ്റും. സാധാരണ എനിക്ക് ആഹാരം കഴിക്കാൻ പറ്റുന്നില്ലായിരുന്നു. 7 വർഷം കൊണ്ടുള്ള ഒരു പ്രശ്നം വെറും 4 മാസം കൊണ്ടാണ് ഈ ഒരു സ്ഥാപനത്തിൽ റെഡി ആയി കൊടുത്തത്. 300 രൂപ മാത്രമാണ് നമ്മുടെ കൺസൾട്ടേഷൻ ഫീ ഉള്ളത്. ഇപ്പോൾ ഇവിടെ എത്താൻ പറ്റാത്ത ആളുകൾ, പ്രത്യേകിച്ച് പ്രവാസികൾക്കും പറ്റും ഇവിടെ ചികിത്സിക്കാൻ. 1500 രൂപയ്ക്ക് ഫുൾ ബോഡി മസാജും സ്റ്റീം ബാത്തും. 1500 രൂപയ്ക്കൂടെ നിങ്ങൾ വന്നാൽ ആദ്യം നിങ്ങൾ ഡോക്ടറെ കൺസൾട്ട് ചെയ്യും. ആ കൺസൾട്ടേഷൻ ഡോക്ടർ പറയും ഏതൊരു മസാജാണ് വേണ്ടതെന്ന്. അത് മസാജ് ഉണ്ടാവും, അതിനുശേഷം സ്റ്റീം ബാത്തും ഉണ്ടാവും. ഇപ്പൊ ഭയങ്കര ആശ്വാസമാണ്. 1 വർഷം കൊണ്ട് ബുദ്ധിമുട്ടിയത് ഒരു 3 മാസം കൊണ്ട് റെഡി ആയെന്നുള്ളതാണ്. എന്തൊക്കെ ബുദ്ധിമുട്ടായിരുന്നു ഈ തൈറോയ്ഡ് കാരണം? ഹായ്, നമസ്കാരം. നമ്മൾ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുന്നത് ഫാറ്റി ലിവർ, അതുപോലെ തന്നെ ഗ്യാസ്. അത് മാറ്റുന്ന ഒരു സ്ഥാപനം നമ്മുടെ കോട്ടയത്തുണ്ട്. അതാണ് ആത്മ വെൽനസ് ക്ലിനിക്. ഏത് സാധാരണക്കാർക്കും വന്ന് ചികിത്സിക്കാൻ പറ്റുന്ന ഒരു സ്ഥലം തന്നെയാണിത്. ഇപ്പോൾ നമുക്ക് ഉള്ളിലേക്ക് പോകാം, ഡോക്ടറെ കാണാം, ചികിത്സാ രീതിയൊക്കെ നമുക്ക് കണ്ടറിയാം. ഹായ് ഡോക്ടർ, നമസ്കാരം. ഹലോ, നമസ്കാരം. ഡോക്ടർ സന്ദീപ്. ഓക്കെ ഡോക്ടർ, നമ്മൾ ഏറ്റവും കൂടുതൽ ജനങ്ങൾ ബുദ്ധിമുട്ടുന്ന സംഭവമാണ് ഫാറ്റി ലിവർ, അതുപോലെ ഗ്യാസ്. എങ്ങനെയാണ് ഈ ഒരു അസുഖം വരാനുള്ള കാരണം? ഇത് നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ലൈഫ് സ്റ്റൈലാണ് ഏറ്റവും കൂടുതൽ വന്നിട്ട് നമുക്ക് ഇത് കാണിക്കുന്നത്. നമ്മളുടെ ആഹാരം വന്നിട്ട് കറക്റ്റായിട്ട് അത് നമ്മൾ ഈ കഴിക്കാത്തപ്പോഴും, പിന്നെ വന്നിട്ട് മര്യാദയ്ക്ക് നമ്മൾ എക്സസൈസ് ചെയ്യാണ്ടോ ഇല്ല, നമ്മൾ ശരീരം പ്രവർത്തിക്കാണ്ടിരിക്കുമ്പോഴാണ് ഇതുപോലത്തെ ഫാറ്റ് ലിവർ അതുപോലത്തെ കാര്യങ്ങൾ നമുക്ക് വരുന്നത്. ഇത് നമുക്ക് സിമ്പിൾ ആയിട്ടുള്ള ക്യൂറേ ഉള്ളൂ. നമ്മൾ എന്താ ചെയ്യാൻ പറ്റുന്നത് ഈ ഫാറ്റ് ലിവർ മാറ്റാൻ വേണ്ടി? ഇവിടെ വന്നാൽ പറ്റുമോ? പിന്നെ നമുക്ക് ധാരാളമായിട്ട് പറ്റുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. എന്തൊക്കെ ചികിത്സാ രീതിയാണ്? നമുക്ക് ഇവിടെ നമ്മുടെ ഡയറ്ററി നോക്കും, നമുക്ക് യോഗ ഉണ്ടാവും, മസാജസ് ഉണ്ടാവും. ഇപ്പം അതിനനുസരിച്ച് ഫാറ്റ് ലിവർ കാരണം വരുന്ന കുറച്ച് കാര്യങ്ങൾ ഉണ്ടാവും. അതിനെയൊക്കെ നമുക്ക് ശരിയാക്കാൻ വന്നിട്ട് അതിനായിട്ട് നമുക്ക് കുറേ മെഡിസിൻസും എല്ലാം ഉണ്ട്. അപ്പം നമുക്ക് പേഷ്യൻസിനെ പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത് എങ്ങനെ ശരിയാക്കണം, നമ്മളായിട്ട് മൊത്തം ചികിത്സിക്കുകയല്ല. നമുക്ക് ഒരുപാട് പേഷ്യൻസ് ഇവിടെ വന്നിട്ട് മാറിപ്പോയ ആളുകളുണ്ട്, അസുഖം മാറിയ ആളുകളുണ്ട്. അവരൊക്കെ നമുക്കൊന്ന് കാണാം. മേഡം, ഹായ്, നമസ്കാരം. എന്തോ അസുഖമായിട്ട് ഇവിടെ വന്നത്? എനിക്ക് വയറിന് പ്രശ്നമായിരുന്നു, കുടലിന് ചെറിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഓൺലൈനിലായിട്ടാണ് ഇവിടുത്തെ ഡോക്ടറെ കൺസൾട്ട് ചെയ്തത്. ഡോക്ടർ ശ്യാം ഡോക്ടറിൻ്റെ പേഷ്യൻ്റാണ്. അപ്പോൾ ഞാനൊരു 4 മാസമായിട്ട് ട്രീറ്റ്മെൻറ്റ് ചെയ്തു. അപ്പോൾ എനിക്ക് സാധാരണ എനിക്ക് ആഹാരം കഴിക്കാൻ പറ്റുന്നില്ലായിരുന്നു. കുറേ ആഹാരങ്ങൾ കഴിക്കാൻ പറ്റില്ല. ഇപ്പം അങ്ങനെയല്ല, ട്രീറ്റ് ചെയ്തതിന് ശേഷം എനിക്ക് കുറച്ചൊക്കെ ആഹാരം ഇപ്പോൾ കഴിക്കാൻ പറ്റുന്നുണ്ട്. ആഹാരം കഴിക്കാൻ പറ്റുന്നുണ്ടോ? ഉണ്ട്. എനിക്ക് സാധാരണ നമ്മളൊരു കല്യാണത്തിനൊക്കെ പോയിട്ടുണ്ടെങ്കിൽ സദ്യയൊന്നും കഴിക്കാൻ പറ്റില്ല. ഇപ്പം അങ്ങനെയല്ല, എനിക്കൊരു പ്രാവശ്യമൊക്കെ സദ്യയൊക്കെ കഴിക്കാൻ പറ്റുന്നുണ്ട്. നേരത്തെ ഒട്ടും കഴിക്കാൻ പറ്റില്ലായിരുന്നു. അതിൽ എനിക്ക് ഭയങ്കര സന്തോഷം. എത്ര മാസം കൊണ്ട് ഇത് മാറി? ഏകദേശം ഒരു 3-4 മാസം കൊണ്ട് എനിക്ക് അവർ പറഞ്ഞ എങ്ങനെയാണ് ട്രീറ്റ്മെന്റ് അത് ഞാൻ കണ്ടിന്യൂ ചെയ്ത് ഇപ്പോൾ ഒരുവിധം നല്ല ബെറ്റർ ആയിട്ടുണ്ട്. മേഡത്തിന് എത്ര നാൾ കൊണ്ടുള്ള ഒരു പ്രശ്നമായിരുന്നു? എനിക്കിത് ഒരു 6-7 വർഷം അതിൽ കൂടുതലായിട്ടുണ്ട്. 7 വർഷം കൊണ്ടുള്ള ഒരു പ്രശ്നം വെറും 4 മാസം കൊണ്ടാണ് ഈ ഒരു സ്ഥാപനത്തിൽ റെഡി ആയി കൊടുത്തത്. അതെ, അല്ലെ, പല ഇതിലും നോക്കിയായിരുന്നു, അപ്പോഴൊന്നും കുറഞ്ഞിട്ടില്ല. ഇതിൽ പോയപ്പോഴാണ് എനിക്ക് നല്ലപോലെ ഡിഫറൻസ് വന്നത്. ഡോക്ടർ നമസ്കാരം. എൻ്റെ പേര് ശ്യാം. മാമിന് ആക്ച്വലി സാധാരണ നമുക്ക് പൊതുവെ കണ്ടുവരാറുള്ള ഒരു IBS എന്ന് പറയും, ഇറിറ്റബിൾ ബൗൾ സിൻഡ്രോം. നമുക്ക് പലർക്കും ഉണ്ടാവുന്ന ഒരു അവസ്ഥയാണത്. പക്ഷേ അത് പലർക്കും അത് IBS ആണെന്ന് മനസ്സിലാവുന്നുണ്ടാവില്ല. അതായത് ഭക്ഷണം കഴിച്ചതിന് ശേഷം ചെറിയൊരു ബ്ലോട്ടിങ് ഉണ്ടാവുക, ഗ്യാസ് അല്ലെങ്കിൽ വയറുവേദന, ഇങ്ങനെയുള്ളതാണ് പൊതുവായിട്ടുള്ള സിംറ്റംസ്. അപ്പം നമ്മൾ സാധാരണ ഓർക്കുന്നത് ഭക്ഷണം കഴിച്ചാൽ വയറുവേദനയും ഒരു ഗ്യാസിൻ്റെ ഒരു പ്രശ്നമൊക്കെ നോർമലാണെന്നാണ് പലരും വിചാരിക്കുന്നത്. പക്ഷേ പലരുടെയും ലൈഫിൽ അത് അവരുടെ ഡെയിലി ആക്ടിവിറ്റീസിനെ വളരെയധികം ബുദ്ധിമുട്ടുണ്ടാകുന്ന കാര്യമാണ്. അതെ. ഹായ് ഡോക്ടർ, നമസ്കാരം. ആത്മ എന്ന് പറഞ്ഞ ഒരു സ്ഥാപനം കേരളത്തിലെ എല്ലാ ജില്ലയിലും വരിക, എന്താണ് അതിന് കാരണം? ഇപ്പോൾ നമുക്കുള്ളത് കൊച്ചിയിലുണ്ട്, കോട്ടയത്തുണ്ട്, തിരുവനന്തപുരത്തുണ്ട്. നമ്മൾ ആദ്യം കോട്ടയത്താണ് തുടങ്ങുന്നത്. അപ്പോൾ തന്നെ പല ജില്ലയിൽ നിന്ന് ആൾക്കാർ വന്ന് നമുക്ക് നല്ല റിസൾട്ട് കൊടുക്കാൻ പറ്റുന്നു. അപ്പോൾ അവർ നമ്മളോട് ഇങ്ങോട്ട് പറയാണ്, ഞങ്ങളുടെ ജില്ല തുടങ്ങാമോ, ഞങ്ങൾക്ക് ഇത്ര യാത്ര ചെയ്യാൻ പറ്റുന്നില്ല, ഞങ്ങളുടെ അടുത്തുള്ളവർക്ക് ബന്ധുക്കൾക്ക് വന്ന് ട്രീറ്റ്മെൻറ്റ് എടുത്താക്കൊള്ളാം. അതിൻ്റെ ഒരു ബേസിലാണ് നമ്മളിപ്പോൾ 3 ജില്ലയിലായത്. ബേസിക്കലി എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഏറ്റവും കൂടുതൽ ട്രീറ്റ് ചെയ്യുന്നത് ലൈഫ് സ്റ്റൈൽ ഡിസോർഡേഴ്സാണ്, ജീവിതശൈലി രോഗങ്ങളാണ്. ജീവിതശൈലി രോഗങ്ങൾ പാർശ്വഫലങ്ങളില്ലാതെ പരിഹരിക്കാൻ പറ്റുമെന്നൊരു അവയർനെസ്, ഒരു ബോധവൽക്കരണം എല്ലായിടത്തും എത്തിക്കുക, എല്ലാവരെയും ജീവിതശൈലി കറക്റ്റ് ചെയ്തുകൊണ്ട് തന്നെ അവരുടെ ഈ പ്രശ്നം പരിഹരിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഒരു ലക്ഷ്യം. അതിനുവേണ്ടി നമുക്ക് പറ്റുന്നിടത്ത് എല്ലാ പേഷ്യൻസിനെ കാണാൻ വേണ്ടി നമ്മൾ സെൻ്ററുകൾ ഓപ്പൺ ചെയ്യുന്നു എന്നുള്ളതാണ്. എന്തൊക്കെ അസുഖങ്ങൾക്കാണ് ഇവിടെ ഒരു പ്രതിവിധി ഉള്ളത്? നമ്മൾ പറഞ്ഞില്ലേ, ജീവിതശൈലി രോഗങ്ങൾ നമ്മുടെ ജീവിതശൈലി ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ്. അതിപ്പോൾ ഏറ്റവും കൂടുതൽ നമുക്ക് പറയാൻ പറ്റുന്ന ഗ്യാസ്ട്രിക് ഇഷ്യൂ ആണ്, ഗട്ട് സംബന്ധം എല്ലാവർക്കും ഉള്ള ഇഷ്യൂ. 90% ആൾക്കാർക്കും എന്തെങ്കിലും ഗ്യാസിൻ്റെ ഇഷ്യൂ ഉണ്ട്. അതുകൂടാതെ നമ്മളിപ്പോൾ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്നതാണ് ഫാറ്റി ലിവറിൻ്റെ ഇഷ്യൂസ്. അത് മദ്യപിക്കുന്നവർക്ക് മാത്രമല്ല, ഭക്ഷണം നന്നായിട്ട് കഴിക്കാത്തവർക്ക്, സമയത്തിന് കഴിക്കാത്ത, അപ്പം ഏത് രീതി ആ ജീവിതശൈലി പ്രശ്നങ്ങൾ, ഫാറ്റി ലിവർ, ഡയബറ്റിക്,
സ്കിന്നിന് ഡിസോർഡർ, ഇപ്പോൾ സോറിയാസിസ് നമ്മുടെ സ്കിന്നിലുള്ള അലർജിയാണ്. സോറിയാസിന് ശരിക്കും ഓയിൽമെന്റ് തേക്കുന്നതിന് പകരം അവരുടെ ശരിക്കും ഗട്ടാണ് പരിഹരിക്കേണ്ടത് നമുക്ക് പറഞ്ഞു കൊടുത്താലേ അവർക്ക് അറിയത്തുള്ളൂ. അല്ലെങ്കിൽ ഒരു സ്കിൻ, ഈ തൊക്കും പുറത്തെ ചികിത്സ എന്നൊക്കെ പറയുന്ന പോലെയാണ്. അതുപോലെ ജോയിന്റ് പെയിനുകൾ, നമ്മളുടെ ഈ സന്ധിവേദനകൾ, മുട്ടുവേദന ആയിക്കോട്ടെ, വാദം ആയിക്കോട്ടെ, നടുവേദന ആയിക്കോട്ടെ, അങ്ങനെയുള്ള കാര്യങ്ങൾ. ഇതാണ് നമ്മൾ ഏറ്റവും കൂടുതൽ മെയിനായിട്ട് നമ്മൾ ഈ പറയുന്ന ആത്മയുടെ നമ്മുടെ സെൻറ്ററുകളിൽ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. നമ്മളുടെ സാധാരണക്കാർക്ക് എപ്പോഴും അഫോർഡ് ചെയ്യാൻ പറ്റുന്ന 300 രൂപ കൺസൾട്ടേഷൻ ഫീസ് ഉണ്ട്. അതുകൂടാതെ മെഡിക്കേഷൻ്റെ ഫീസ് മാത്രം 300 രൂപ മാത്രമാണ് നമ്മുടെ കൺസൾട്ടേഷൻ ഫീ ഉള്ളത്. അത് കഴിഞ്ഞ് അവർക്ക് വേണ്ട മെഡിസിൻസ് മാത്രം പർച്ചേസ് ചെയ്യാം. അതല്ലാതെ നമുക്കിവിടെ വലിയ ആയിരങ്ങളുടെ പാക്കേജ് ഒന്നും നമുക്ക് ഇവിടെ ഇല്ല. അതുപോലെ ഈ സാധാരണക്കാർക്ക് ഈ മസാജ് എന്നൊക്കെ പറഞ്ഞാൽ ഏതാണ്ട് തൊട്ടുകൂടാൻ പറ്റാത്ത അല്ലെങ്കിൽ എവിടെയോ ഉള്ളതാണെന്നാണ്. പക്ഷേ ഇവിടെ നമ്മൾ 1500 രൂപയ്ക്ക് ഫുൾ ബോഡി മസാജും സ്റ്റീം ബാത്തും. നമ്മൾ അവിടെ നിന്ന് 1500 രൂപ മസാജ് എന്ന് പറഞ്ഞില്ല, നമ്മുടെ ഡോക്ടറെ കൺസൾട്ടേഷനോട് കൂടി ഫുൾ ബോഡി മസാജും സ്റ്റീം ബാത്തുമാണ് നമ്മൾ 1500 രൂപയ്ക്ക് പറഞ്ഞത്. ഇപ്പോൾ ഏത് ഡോക്ടറാണ് അവിടെ ഡ്യൂട്ടിക്കുള്ളത്, ഇപ്പോൾ പല ഡോക്ടേഴ്സ് ഇവിടെ ഡ്യൂട്ടിക്കുണ്ട്, ആ ഡ്യൂട്ടിക്കുള്ള ഡോക്ടറെ കൃത്യമായിട്ടുള്ള സൂപ്പർവിഷനിലും ഒബ്സർവേഷനിലും ആയിരിക്കും ഈ മസാജ് നടക്കുന്നത്. ഈ മസാജിന് ശേഷം നമുക്ക് ഇവിടെ സ്റ്റീം ബാത്ത് ഉണ്ട്. ഈ സ്റ്റീം ബാത്തോട് കൂടിയാണ് നമ്മുടെ 1500 രൂപയുടെ പാക്കേജ് നമ്മൾ എല്ലാവർക്കും അവൈലബിൾ ആക്കുന്നത്. ആത്മയുടെ ആയുർബല എന്ന് പറഞ്ഞാൽ നമ്മുടെ തന്നെ ഒരു ഓയിലാണ് നമ്മൾ ഇവിടുത്തെ മസാജിന് ഉപയോഗിക്കുന്നത്. ഈ ഓയിലായിരിക്കും നമ്മുടെ എല്ലാ ബ്രാഞ്ചിലും നമ്മൾ ഉപയോഗിക്കുന്നത്. ഇത് കണ്ടോ, ഈ മേഡത്തിന് 2 വർഷം കൊണ്ട് അതായത് വീടിന്റെ മുറ്റത്ത് പോലും ഇറങ്ങാൻ പറ്റത്തില്ലായിരുന്നു. എന്തൊക്കെയായിരുന്നു മേഡം അസുഖം? എന്തൊക്കെയായിരുന്നു? എനിക്ക് കാലിന്റെ മുട്ടിനായിരുന്നു വേദന. സൈഡിൽ നീര് കെട്ടിയിട്ട് കാലിന്റെ മുട്ടിനായിരുന്നു വേദന. കണ്ടീഷൻ വളരെ മോശമായി. അതായത് 2 ദിവസം കൊണ്ട് എനിക്ക് ഒട്ടും അങ്ങ് സ്റ്റെപ്പ് ഇറങ്ങാനായിട്ട്, നമ്മുടെ വീടിന്റെ ഒരു 2 സ്റ്റെപ്പ് ഉണ്ട്, ആ സ്റ്റെപ്പ് ഒന്നും ഇറങ്ങാനായിട്ട് എനിക്ക് പറ്റാതെ, നടക്കാനും ഒക്കെ വളരെ പ്രയാസമായിരുന്നു. മുട്ട് വളയത്തില്ല, മുട്ട് കുത്താൻ പറ്റത്തില്ല, പ്രാർത്ഥിക്കാനൊക്കെ മുട്ട് കുത്താൻ പറ്റത്തില്ല, പള്ളിയിലൊക്കെ ചെന്നിട്ട് നിൽക്കുമായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ ആയിരുന്നു എനിക്ക്. ഇവിടെ എത്ര മാസം കൊണ്ട് ട്രീറ്റ്മെന്റ് ചെയ്യുന്നുണ്ട്? ഇവിടെ 4 മാസം മുമ്പാണ് ഞാൻ വന്നത്. അപ്പം ഒരു 2 മാസം കൊണ്ട് തന്നെ എനിക്കത് നല്ലതായിട്ട് പറ്റും. ഒന്ന് നല്ലപോലെ ഒന്ന് ഓടി കാണിക്കാവോ? പറ്റുമോ? ഒന്ന് ഓടാവോ? ഒന്ന് ഓടിയൊന്ന്. കണ്ടോ, 2 മാസം കൊണ്ടാണ് ഈ ഒരു അവസ്ഥയിലെത്തിയത്. അതായത് വീടിന്റെ സ്റ്റെപ്പ് പോലും ഇറങ്ങാൻ പറ്റാത്ത ഒരു സ്ഥിതിയായിരുന്നു. മേഡം, നേരത്തെ ഈ മുട്ടൊന്നും പൊക്കാൻ പറ്റത്തില്ലായിരുന്നല്ലോ, ഒന്ന് കാണിക്കാവോ? ഈ മുട്ട് ഇങ്ങനെയൊക്കെ ഒന്നും ഇരിക്കാൻ പറ്റില്ലായിരുന്നു. അതായത് മറ്റേ നമ്മുടെ ക്ലോസറ്റ്, താന്നുള്ള ക്ലോസറ്റ് എനിക്ക് ഇരിക്കാൻ പറ്റില്ലായിരുന്നു. പക്ഷെ ഇപ്പൊ നല്ല നിഷ്പ്രയാസമായിട്ട് എനിക്ക് ഇരിക്കാം. അതുപോലെ തന്നെ വളയ്ക്കാൻ പറ്റില്ലായിരുന്നു. അപ്പൊ ഈ കാല് നന്നായിട്ട് വളയ്ക്കാൻ പറ്റും. ഇവിടെ വരാനുള്ള ആളുകളോട് പറയാനുള്ളത്, ഇങ്ങനെ ഇത്ര അസുഖമുള്ള ആളുകളോട് എന്താ ഇവിടെ ഇത്തരം അസുഖമുള്ളവരോട് എനിക്ക് പറയാനുള്ള ഒന്നേ ഉള്ളൂ, ഇതിൽ നമ്മുടെ ഈ ആത്മയിൽ വന്നു കഴിഞ്ഞാൽ ഒന്നും ഭയപ്പെടേണ്ട. നമ്മുടെ മുട്ടുവേദനയോ അല്ലെ അങ്ങനെയുള്ള പല അസുഖങ്ങൾക്കും ഇവിടെ നല്ല റിസൾട്ട് ലഭിക്കുമെന്നുള്ളതിൽ യാതൊരു സംശയമില്ല. അപ്പം നിങ്ങളെല്ലാവരും ഇവിടെ വരണം. വന്നിട്ട് നിങ്ങളുടെ മുട്ടുവേദനയൊക്കെ മാറ്റി നിങ്ങൾ നല്ല ചെറുപ്പക്കാരായിട്ട് ഓടി നടക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം. മേഡത്തിന് ഒരുപാട് പൈസയായോ? നേരത്തെ കുറച്ച് കൂടുതൽ അലോപ്പതിയൊക്കെ ചെയ്ത് ഭയങ്കരമായിട്ട് എനിക്ക് പൈസയൊക്കെ ആയിരുന്നു. എന്നിട്ട് കുറച്ചൊന്ന് കുറയും, വേദന സംഹാരി ഇതൊക്കെ ആയിരിക്കും, കുറച്ചൊന്ന് കുറയും, പിന്നെയും വീണ്ടും കൂടും. പക്ഷേ ഇവിടെ വന്നതിന് ശേഷം എനിക്ക് നല്ലൊരു റിസൾട്ടും ഉണ്ടായി. എന്നാൽ വലിയ തുകയായും. ഒരു കാര്യം ഞാൻ ചോദിച്ചോട്ടെ, ഈ ഒരു 2 വർഷത്തിനിടയ്ക്ക് എത്ര സ്ഥാപനങ്ങളിൽ പോയി കാണും ഈ ഒരു അസുഖമായിട്ട്? ഞാനൊരു കുറേ ഡോക്ടേഴ്സിൻ്റെ അടുത്ത് പോയി. എത്രയാണെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. ഡോക്ടർ കുറയല്ല, പിന്നെ അടുത്ത ഡോക്ടറെ അടുത്ത് പോകും, പിന്നെ അടുത്ത ഡോക്ടറോട്, അപ്പോൾ വേറെ ആൾക്കാർ പറയും ഇന്നടുത്ത് പൊക്കോ. പക്ഷേ എനിക്ക് അവിടെ ഒന്നും അത് ഫലപ്രദമായ 2 മാസം കൊണ്ടാണ്, ഈ 2 വർഷം കൊണ്ട് നടന്ന ആള് 2 മാസം കൊണ്ടാണ് ഇവിടെ വന്നപ്പോൾ ഈ ഒരു അസുഖം, ഈ അസുഖം എന്ന് പറഞ്ഞാൽ നടക്കാൻ പോലും പറ്റാത്ത അസുഖം മാറിപ്പോയത്. നമ്മൾ പരിചയപ്പെടേണ്ട ഒരാളാണ് ഉണ്ണികൃഷ്ണൻ ചേട്ടൻ. ചേട്ടന് തൈറോയിഡിന്റെ വലിയൊരു വിഷയമായിരുന്നു 1 വർഷം കൊണ്ട്, അല്ലേ ചേട്ടാ? ഒന്ന് പറയാം, എങ്ങനെയായിരുന്നു സംഭവം? ഞാൻ വർഷങ്ങളായി വെളിയിൽ ജോലി ചെയ്യുന്ന ആളായിരുന്നു. ബാംഗ്ലൂരിൽ നിന്ന് തുടങ്ങിയതാണ് എനിക്ക് ഈ ഒരു അസുഖം. ഹെയർ ഫാള്, വെയിറ്റ് കുറയൽ. അതുപോലെ തന്നെ ഇവിടെ വന്നതിന് ശേഷം എൻ്റെ കുറച്ച് ഫ്രണ്ട്സ് ഇവിടെ റെഫർ ചെയ്തു, ആത്മയിൽ പോയാൽ നമുക്ക് കുറച്ച് റിലീഫ് കിട്ടും എന്നവർ പറഞ്ഞതനുസരിച്ച് ഞാനിവിടെ ആത്മയിൽ വരികയും ഡോക്ടറെ കാണുകയും ചെയ്തപ്പോൾ അദ്ദേഹം നോക്കുമ്പോൾ എനിക്ക് 125 ആയിരുന്നു എൻ്റെ മെഡിസിൻ്റെ ഡോസേജ്. അത് അദ്ദേഹത്തിൻ്റെ ട്രീറ്റ്മെൻറ്റിൽ കഴിഞ്ഞ 3 മാസമായി എനിക്ക് ചെയ്യുന്ന ട്രീറ്റ്മെൻറ്റിൽ എൻ്റെ വെയിറ്റ് പോലും 94-ൽ നിന്ന് 80 ആകുകയും, അതുപോലെ ഈ ഡോസേജ് എന്ന് പറയുന്നത് 125-ൽ നിന്ന് 90 കുറയുകയും എനിക്ക് ചെയ്തു. വളരെ എനിക്ക് ഇപ്പോൾ ഭയങ്കര ആശ്വാസമാണ്. 1 വർഷം കൊണ്ട് ബുദ്ധിമുട്ടിയത് ഒരു 3 മാസം കൊണ്ട് റെഡിയായെന്നുള്ളതാണ്. അതെ. എനിക്കൊരു 5 വർഷമായിട്ട് മൈഗ്രെയിൻ ഇഷ്യൂ ഉണ്ടായിരുന്നു. ഇവിടെ ഒന്ന് ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്ത് കഴിയുമ്പോൾ ഒരു 3 മാസത്തിനുള്ളിൽ തന്നെ എനിക്ക് ഒരു 80% മാറി കിട്ടി. ഇപ്പോൾ പഴയ ഇഷ്യൂസ് ഒന്നുമില്ല. തുടരുകയാണ്. അത് മെഡിസിൻ ഉണ്ട്, പക്ഷേ ഇഷ്യൂസ് എല്ലാം കംപ്ലീറ്റ് ആയിട്ട് നല്ല റിലീഫ് തോന്നുന്നു. നമ്മളിപ്പോൾ മസാജ് കൂടാതെ നമുക്ക് ആയുർവേദത്തിൽ മറ്റ് ട്രീറ്റ്മെൻറ്റ്സ് ഉണ്ട്. ഇപ്പോൾ ശിരോധാര ആയിക്കോട്ടെ, ധാന്യാമ്പളധാര ആയിക്കോട്ടെ, കിഴി ആയിക്കോട്ടെ, ഉഴിച്ചിലായിക്കോട്ടെ, പിഴിച്ചിലായിക്കോട്ടെ, മണൽക്കിഴി ആയിക്കോട്ടെ, അങ്ങനെ പലതരത്തിലുള്ള ആയുർവേദ ട്രീറ്റ്മെൻറ്റ്സ്. അതുകൂടാതെ വേദനകൾക്ക് കപ്പിങ്, അക്യൂപഞ്ചർ, ഹിജാമ, IFT, അൾട്രാസൗണ്ട്, ഇങ്ങനെയുള്ള എല്ലാ ട്രീറ്റ്മെൻറ്റുകളും ഇവിടെ അവൈലബിൾ ആണ്.
നമ്മൾ മെയിനായിട്ട് ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്ന ഡിസീസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഈ പറഞ്ഞ ലൈഫ് സ്റ്റൈൽ ഡിസോർഡേഴ്സിൻ്റെ കൂടെ തന്നെ നമ്മൾ ഫോക്കസ് ചെയ്യുന്നതാണ് ഈ ജോയിൻറ്റ് പെയിൻസ്, സന്ധിവേദനകൾ. അതിനൊക്കെ ഏറ്റവും നല്ല റിസൾട്ട് തരുന്ന ട്രീറ്റ്മെൻ്റ് ആണ് ഈ കിഴിയും ഈ ധാരയെല്ലാം. പ്രവാസികൾക്കാണെന്ന് തോന്നുന്നു ഏറ്റവും കൂടുതൽ ഇത്തരത്തിലുള്ള അസുഖങ്ങളൊക്കെ ഉള്ളത്. അപ്പോൾ അവർ ചികിത്സിക്കാൻ നേരിട്ട് വരാൻ ബുദ്ധിമുട്ടുണ്ടായിരിക്കും. അതെന്ത് ചെയ്യണം? അതിപ്പോൾ കേരളത്തിൽ 3 ജില്ലയിലാണ് നമുക്കുള്ളത്. ഇപ്പോൾ കേരളത്തിനുള്ളിൽ മറ്റ് ജില്ലയിലുള്ളവർക്കോ കേരളത്തിന് പുറത്തുള്ളവർക്കോ ഇന്ത്യക്ക് പുറത്തുള്ളവർക്കോ എവിടെ ഇരുന്ന് വേണേലും നമ്മളെ കൺസൾട്ട് ചെയ്യാനുള്ള സംവിധാനം നമുക്കുണ്ട്. അവരുടെ രാജ്യത്തിൻ്റെ ടൈമിങ്ങിൽ തന്നെ നമുക്ക് ഓൺലൈനിൽ കൺസൾട്ടേഷൻ ഉണ്ട്, അവർ ഡയറ്റ് ചാർട്ട് ഉണ്ട്, അവർക്ക് വേണ്ടിയുള്ള മെഡിസിൻ നമ്മൾ അയച്ചും കൊടുക്കുന്നുണ്ട്. സോ ഓൺലൈൻ കൺസൾട്ടേഷനിലാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ആൾക്കാരെ നമുക്ക് ബന്ധപ്പെടാൻ ഇപ്പോൾ പറ്റുന്നത്. അതെ. അപ്പോൾ ഈ സ്ഥലം ഒന്ന് പറഞ്ഞു കൊടുത്തു. ഇത് കോട്ടയത്താണ് നമ്മുടെ ഈ സെന്റർ വരുന്നത്. കോട്ടയത്ത് കഞ്ഞിക്കുഴിയിലാണ്. അതെ, കോട്ടയത്ത് കഞ്ഞിക്കുഴി ഫസ്റ്റ് ക്രൈ എന്ന് പറഞ്ഞ കുട്ടികളുടെ ഷോപ്പിന്റെ ഓപ്പോസിറ്റ് ആണ് നമ്മുടെ ഈ സെന്റർ വരുന്നത്.